വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടൻ സന്ദർശനത്തിനെത്തിയ നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ അഥവാ സുബ്രഹ്മണ്യം ജയശങ്കറിനെ ഒരുപറ്റം ഖലിസ്ഥാനികൾ ലണ്ടനിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം എത്തിയത്. ഇത് ആദ്യമായിട്ടല്ല ഖലിസ്ഥാനികൾ ഇന്ത്യയുടെ സുപ്രധാന പദവി വഹിക്കുന്ന മന്ത്രിമാർക്കെതിരെ, കേന്ദ്രമന്ത്രിമാർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പഞ്ചാബിൽ അവിടെ ഒരു ഫ്ലൈ ഓവറിൽ തടഞ്ഞിട്ടിരുന്ന ഒരു കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ്. അദ്ദേഹം അവിടെ കിടന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിനുശേഷം അദ്ദേഹം വണ്ടിയെടുത്ത് നേരെ നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിയിട്ട് അദ്ദേഹം പഞ്ചാബിലെ സർക്കാരിനോട് നന്ദി പറഞ്ഞു. എന്നെ ജീവനോടെ വിട്ടതിന് നന്ദി എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത്. ഇപ്പോൾ സമാനമായിട്ടുള്ള ഒരു സംഭവം അത് ഇന്ത്യയിൽ വെച്ചല്ല, ലണ്ടനിൽ വെച്ചാണ് നടന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വിദേശകാര്യമന്ത്രിയെ തടഞ്ഞിരിക്കുകയാണ്. അതായത് UK സർക്കാരിന്റെ അങ്ങേ അറ്റത്തെ വീഴ്ചയായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കണക്കാക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം നമ്മൾ അവിടെ ലണ്ടനിൽ ഒരു പരിപാടിക്ക് എത്തുമ്പോൾ, സന്ദർശനത്തിൽ എത്തുമ്പോൾ, നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് UK ഗവൺമെന്റിന്റെ കയ്യിലാണ്. നമുക്ക് നമ്മളെ സംരക്ഷിക്കാൻ അറിയാം, എങ്കിലും അവർ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്, സന്ദർശിക്കാനാണ് പോകുന്നത്, അല്ലാതെ നമ്മൾ വലിഞ്ഞു കയറി ചെല്ലുന്നതല്ല. രണ്ടാമത്തെ കാര്യം, അത് കഴിഞ്ഞ ശേഷം മടങ്ങുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്. ഈ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ പതാകയെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ്. ഇന്ത്യൻ പതാക അവിടെ ഇട്ട് ചവിട്ടി അരയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇത് ഇവിടെ ആദ്യമായിട്ടല്ല ഇന്ത്യൻ പതാകയെ ചവിട്ടി അരയ്ക്കുന്നത്. നേരത്തെ ഓസ്ട്രേലിയയിൽ ഒരു പ്രതിഷേധം നടന്നപ്പോൾ ഒരു കാൽപന്ത് കളിയിൽ പുറത്തായിരുന്നു ഇവർ പ്രതിഷേധിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഫുട്ബോളിൽ ഇന്ത്യൻ പതാക ചുറ്റി അത് ഫുട്ബോൾ മാതൃകയിലാക്കി അന്ന് ഫുട്ബോൾ കളിക്കുകയായിരുന്നു ഇവർ ചെയ്തത്. ഇന്ത്യ പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. ഇന്ത്യ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആക്രമണം സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗമാണെന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടൊരു നടപടിയിലേക്ക് നമുക്ക് പൊക്കൂടാ? അതായത് ഈ ഖലിസ്ഥാനികൾക്കെതിരെ മാത്രമല്ല, UK വെച്ച നടന്ന ഈ ഒരു സംഭവത്തിൽ UK ഗവൺമെന്റിന്റെ പ്രതിഷേധം അറിയിച്ചാൽ മാത്രം പോലെ ഒരു നടപടിയിലേക്ക് നമുക്ക് പോകാനായിട്ട് ഇത് സാധിക്കില്ലേ? ഈ ഖലിസ്ഥാനികളെ എന്നേക്കുമായിട്ട് കൊടുക്കാനുള്ള എന്താണ് ഒരു നടപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലേ? ഇപ്പൊ കാനഡയിലൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കാനഡയിലൊക്കെ ഇന്ത്യ പണി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം അവിടെയുള്ള ഖലിസ്ഥാൻവാദികൾക്ക് ഇന്ത്യയിലോട്ട് കാല് കുത്താൻ വയ്യാത്ത രീതിയിൽ അവർക്ക് 2 വിസ ഉണ്ടായിരുന്നു, 2 പൗരത്വം ഉണ്ടായിരുന്നു, ഇതൊക്കെ എടുത്ത് കളയാനായിട്ട് പോവുകയാണ്. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ ലോകമെമ്പാടും ഇവർ നടത്തുന്ന ഈ അക്രമങ്ങൾക്ക് ഒരു മറുപടി ഇന്ത്യക്ക് കൊടുക്കാൻ സാധിക്കില്ലേ? അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് SDPA നിരോധിക്കാത്തതെന്ന്. അപ്പൊ അതിന്റെ പണിപ്പുരയിലായിരുന്നു, ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ നിരോധിച്ചു. അതുപോലെ കേന്ദ്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണോ? എന്താണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ? കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ നടന്നത് വളരെ മോശമായ ഒരു കാര്യം ഉം, തന്നെയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം വേറൊരു രാജ്യത്തിന്റെ ഉം, ഭരണാധികാരിയാണ് ബ്രിട്ടനിൽ ചെന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ സുരക്ഷയും ഒരുക്കേണ്ട ഉത്തരവാദിത്വം ബ്രിട്ടനുള്ളതാണ്. പക്ഷെ അതെ. ഈ ഒരു കാലത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപന്മാരായിരുന്നു ബ്രിട്ടൻ. ഇന്നും അവർ അതിന്റെ ഒരു ഓർമ്മയിലാണ് ജീവിക്കുന്നത്. എന്നാൽ അവരിന്ന് ഇന്ത്യയെക്കാളും വളരെ താഴെയാണ് അവരുടെ സാമ്പത്തിക അവസ്ഥ എന്നുള്ളത് മറ്റൊരു കാര്യം. പരിതാപകരമായ അവസ്ഥയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ആ ഹുങ്കും അഹങ്കാരവും അവർക്ക് എല്ലാ കാലത്തുമുണ്ട്. ബാക്കിയുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരോടൊക്കെ എപ്പോഴും ഒരു പുച്ഛം സൂക്ഷിക്കുന്ന, തങ്ങൾ വിശാല മനസ്കരാണ് ഉണ്ടുണ്ട്. എന്നറിയുന്നതിന് വേണ്ടി കുടിയേറി വരുന്ന തീവ്രവാദികൾക്കുൾപ്പെടെ തങ്ങളുടെ വാതിലുകൾ തുറന്നു കൊടുക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പൊ പിന്നെ കുറച്ചുകൂടി ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന് പറയേണ്ടി വരും. ഇടതുപക്ഷത്തിന്റെ ഒരു സ്ഥിരം ശൈലിയും ഇത് തന്നെയാണ്. മുമ്പ് ഉം. ഈ കേരളത്തിൽ ശ്രീ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ശിവഗിരി സന്ദർശനത്തിനായിട്ട് വന്നിരുന്നു. മനുഷ്യന് ഓർമ്മ കാണും. അന്ന് ഓർമ്മയുണ്ട്. വഴിനീളം നിന്ന് ഭരണകക്ഷിയും പ്രതിപക്ഷവും ആ മുഖ്യമന്ത്രിയെ ആക്രമിക്കാനായിട്ട് റോഡിന്റെ ഇരുവശവും തടിച്ചു കൂടുകയും ഗോബാക്ക് വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് നമ്മുടെ കേരളത്തിലെ ചാനലുകളെല്ലാം ഉം. അന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയല്ല, മുഖ്യമന്ത്രിയാണ്. ശ്രീ നരേന്ദ്രമോദി എയർപോർട്ടിൽ വന്നിറങ്ങിയത് മുതൽ അദ്ദേഹം ശിവഗിരിയിൽ തിരിച്ചു പോകുന്നത് വരെ ഒരു 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 എന്താണ് പറയുന്നത്, ഒരു ഒരു പട്ടിയെ എറിഞ്ഞ്, ഒരു വേട്ടപ്പട്ടിയെ അല്ലെങ്കിൽ ഒരു വേട്ട മൃഗത്തെ വേട്ടയാടുന്നത് പോലത്തെ ഒരു കാഴ്ച. അത് ദയനീയമായ ഒരു കാഴ്ച നമ്മൾ ആ ചാനലിൽ കൂടെ നമ്മൾ കണ്ടതാ ആ ഒരു വിഷയം. അദ്ദേഹത്തിന്റെ വണ്ടി പോകുന്നു, പോലീസ് വണ്ടി പോകുന്നു, റോഡിന്റെ ഇരുവശവും നിന്ന്, അതായത് എല്ലാ മാധ്യമവും ഏതോ ഒരു ഭീകരൻ പോകുന്നു, ആ ഭീകരൻ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് മാധ്യമങ്ങൾ നൽകുന്ന ലൈവ് കമന്ററിയിൽ കൂടെ നമുക്ക് കേൾക്കാൻ കഴിയും. ആ കാഴ്ചയും അത്രയും ഒരു അതെ, അതെ. വേദനാജനകമായ ഒരു കാഴ്ചയായിരുന്നു. പക്ഷെ അന്ന് ഈ നിന്നവരൊക്കെ ഇന്ന് അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ ഓഫീസിന് മുമ്പിൽ ക്യൂ നിൽക്കുന്നു എന്നുള്ളത് കാലത്തിന്റെ ഒരു കാവ്യനീതിയാകാം. പിന്നീട് ഉം. നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ച അമേരിക്ക, അന്ന് നരേന്ദ്രമോദി 2004 അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് അതിൽ അദ്ദേഹം പറയുകയുണ്ടായി, എനിക്ക് അമേരിക്ക വിസ ഉം. നിഷേധിച്ചു, എനിക്കിത് വിഷമമില്ല, പക്ഷെ നിങ്ങൾ ഓർത്തോളൂ, ഒരു ഉം. കാലത്ത് ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണാധികാരിയെ കാണാൻ ക്യൂ നിൽക്കേണ്ട ഒരു കാലം വരുമെന്ന്. ഇന്ന് ആ കാലം അതെ. സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തെമ്പാടും. പക്ഷെ ഈ ബ്രിട്ടനും ഇന്ത്യയുമായിട്ടുള്ള ഒരു മാനസിക അകൽച്ച തുടങ്ങിയിട്ട് നാളുകൾ ഏറെ ആയിട്ടുണ്ട്. കാരണം അനവധി വ്യാപാര കരാറുകളും
ബ്രിട്ടന്റെ ദുശാഠ്യങ്ങളും ഒന്നും ഈ നരേന്ദ്രമോദി കയറിയതിനു ശേഷം പകവച്ചു കൊടുത്തിട്ടില്ല. അതൊന്നും ഒപ്പിട്ടിട്ടുമില്ല. അതൊക്കെ വീണ്ടും ഒന്ന് പുനർ ചിന്തയ്ക്ക് വിധേയമാക്കുവാനും അത് ഒപ്പിടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ഒരു യൂറോപ്യൻ ടൂറാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ബ്രിട്ടനിൽ എത്തിയിരിക്കുന്നത്. 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെ അദ്ദേഹം UK-യിലുണ്ടാകും. വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗം കൂട്ടാണ്. ഇതിനിടയിൽ 2019-ലും അതിനു മുമ്പും ഒക്കെ ഡിസ്കസ് ചെയ്തതും പകുതി വഴിയിൽ എത്തി നിൽക്കുന്നതുമായ അനവധി കരാറുകൾ ഒരുപക്ഷെ എത്തിയേക്കുമെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. അതിനിപ്പോ എത്രത്തോളം മുൻപോട്ട് പോകും എന്നറിയില്ല. അതായത് വിളിച്ചു വരുത്തുക, അവിടെ വെച്ച് അപമാനിക്കപ്പെടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏതൊരു ഇന്ത്യക്കാരന്റെ ഫീല്. ഇതിന് ഖാലിസ്ഥാനികളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ ഖാലിസ്ഥാനികൾക്ക് അഭയം കൊടുക്കുക മാത്രമല്ല, അത് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഇന്ത്യക്കെതിരെ ഉപയോഗപ്പെടുത്തുവാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ എക്കാലവും ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാനഡ ആയാലും ബ്രിട്ടൻ ആയാലും ഒക്കെ. പക്ഷെ നെതർലൻഡ് പോലെയുള്ള ചില രാജ്യങ്ങൾ ഈ ഖാലിസ്ഥാൻ വാദികളുടെ വളർച്ചയെ അത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിന് കാരണം ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല. കാരണം ഖാലിസ്ഥാനികൾ വളർന്നു വന്നു കഴിഞ്ഞാൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളെക്കാൾ ഭീകരന്മാരായിരിക്കും ഇവരെ എന്ന് കാനഡ പോലെ ഉള്ള രാജ്യങ്ങൾ തെളിയിച്ചത് കൊണ്ടാണ്. കുറച്ചു നാൾ മുമ്പ് ഒരു വാർത്ത ഈ നെതർലൻഡിൽ നിന്ന് വന്നാൽ അവിടെ ഇവരെവിടെ പോയാലും ഈ റഫറൻഡം നടത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതായത് ഇന്ത്യയെ വെട്ടിമുറിച്ച് പഞ്ചാബാക്കാൻ എത്ര പേര് അനുകൂലിക്കുന്നു, ഇതാണ് ഇവരുടെ റഫറൻഡം. ഇത്ര ശതമാനം വോട്ട് കിട്ടിയത്. ഇതേപോലൊരു വലിയ റഫറൻഡം ഇവർ നെതർലാൻഡിൽ നടത്തും. അതാണ് അവരുടെ മെയിൻ പരിപാടി. എല്ലായിടത്തും പോകുമ്പോൾ റഫറൻഡം, എല്ലാ വർഷവും റഫറൻഡം നടത്തും. വോട്ട് ചെയ്യുന്നത് ഇവര് തന്നെയാണ്. അപ്പം ഈ നെതർലൻഡിൽ അങ്ങനെ വലിയ ക്യൂ വെക്കുകയും അപ്പോൾ അതുവഴി കടന്നുപോയ ഒരു നെതർലൻഡുകാരൻ, അവിടുത്തെ പൗരൻ, തദ്ദേശീയരായ പൗരൻ പറഞ്ഞു നിങ്ങൾ ഈ സൗണ്ട് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ അയാളെ അപമാനിക്കുന്ന തരത്തിലാണ് പിന്നെ ഇവർ സംസാരിക്കുന്നത്. പിന്നെ കാണുന്നത് നെതർലൻഡിന്റെ പോലീസ് വന്നിട്ട് ഇവന്മാര് ഖാലിസ്ഥാനികളെ അടിച്ചോടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ നമ്മൾ കുറച്ചാൾക്ക് മുമ്പ് കണ്ടു കാനഡയിൽ ഇവർ കൂടിയിട്ട് ഇവര് അവിടെ കിടന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങളാണ് യഥാർത്ഥ കാനേഡിയന്മാര്, ഞങ്ങളുടെ രാജ്യമാണിത്, ഇവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ പൊക്കോളാനാണ് അവർ പറയുന്നത്. അപ്പം ഇത് ഈ എന്താണ് തീവ്ര ഭീകര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളെക്കാൾ ഭയങ്കരന്മാരാണ് ഇവര്. ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് നെതർലാൻഡിനെ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇവരധികം വളരാനും ഇവർക്ക് അവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കാതിരിക്കാനും ഒക്കെ മാക്സിമം ശ്രമിക്കുന്നത്. അപ്പോ ഇപ്പോ പാകിസ്ഥാനിലെ ഇപ്പൊ ഏറ്റവും പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല എന്ന് ട്രംപ് ഒരു തീരുമാനം എടുക്കാനായിട്ട് പോകുന്നു. കാരണം നേരത്തെ തന്നെ അത് അദ്ദേഹത്തിന്റെ പണിപ്പുരയിലായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ ഖാലിസ്ഥാൻ വാദികൾ ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഇല്ലെങ്കിൽ ഒരു സമുദായത്തെ എപ്പോഴും ഈ തീവ്രവാദികൾ കാരണം പണി മേടിക്കുന്ന ആ ഒരു സമുദായമായിരിക്കുമല്ലോ. ഇപ്പൊ ഈ ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം തീവ്രവാദിയാണെന്ന് ആർക്കും ഒരു ഇതില്ല, ആർക്കും പരാതിയില്ല, പരിഭവമില്ല, ഒന്നുമില്ല. പക്ഷെ അവർക്കുള്ള ഒരു ചെറിയ കൂട്ടം ഭീകരവാദികൾ, തീവ്രവാദികളാണ് ആ സമുദായത്തെ മുഴുവൻ താറടിച്ച് കാണിക്കുന്നത്. അതിന് സമാനമായിട്ടാണ് പഞ്ചാബിലെ സിഖ് വിഭാഗത്തെ മുഴുവൻ താറടിച്ച് കാണിക്കുന്ന ശ്രമത്തിലേക്ക് അവരുടെ വഴികൾ അടയ്ക്കുന്ന തരത്തിലേക്കുമാണ് ഈ ഖാലിസ്ഥാൻവാദികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി അവിടെയുള്ള എല്ലാവരും ഖാലിസ്ഥാനികളല്ല. അവർ ജോലിക്കോ മറ്റോ പോകുമ്പോൾ ഇവര് ചെയ്തു വെച്ചിരിക്കുന്ന തെറ്റുകൾ കൊണ്ട് പണി കിട്ടുന്നത് ആ പാവങ്ങൾക്കായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നമുക്കറിയാം ഈ അമേരിക്കയിൽ ട്രംപ് കയറിയതിനു ശേഷം ഗുരുദ്വാരകളെ കേന്ദ്രീകരിച്ചിട്ട് വലിയ രീതിയിലുള്ള റെയ്ഡ് നടന്നിരുന്നു. ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഗുരുദ്വാരകളിലൊക്കെ പോലീസ് കയറുന്നത്. അതിനകത്തൊക്കെ ഇവർ വലിയതായിട്ട് അപമാനിതരായിട്ടുണ്ട്. ഇപ്പോഴ് കാനഡയിലെ ഏതാണ്ടൊക്കെ വലിയ അനക്കമില്ലാത്തതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ എടുത്ത ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇന്ത്യ അതിൽ ഒരു പുതിയ നീക്കം നടത്തിയിട്ടുണ്ട്. അതായത് ഖാലിസ്ഥാനിന്റെ ആളുകൾ ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യും. അത് അവർക്ക് നന്നായിട്ട് അറിയാം. ഖാലിസ്ഥാൻ നേതാക്കന്മാർക്ക് അവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ കഴിയില്ല. പിന്നെ അവർക്ക് ഇന്ത്യയിലുണ്ടാകുന്ന ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ ഇരട്ട പൗരത്വമായിരുന്നു. കാനഡയിൽ ഒരു പൗരത്വം, ഇന്ത്യയിൽ ഒരു പൗരത്വം. അപ്പൊ ഈ ഇരട്ട പൗരത്വം എടുത്ത് കളഞ്ഞ കുഴപ്പമെന്ന് വെച്ചാൽ ഇവരുടെ പേരിൽ കിടക്കുന്ന ഈ പഞ്ചാബിലടക്കം കിടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ശത്രുസ്വത്തായി, ശത്രുസ്വത്ത് നമുക്ക് പറയാൻ പറ്റില്ല, ശത്രുസ്വത്ത് എന്ന് പറഞ്ഞ ഗണത്തിൽ വരും. നമ്മൾ മുമ്പ് അതാണെങ്കിൽ ശത്രുസ്വത്തുക്കളെ കുറിച്ച് വാർത്ത തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഗണത്തിൽ വരികയും ഇതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ അതൊരു വലിയ വിഷയമാണ്. ഇനി എഴുതി കൊടുക്കണമെന്ന് വെച്ചാലും നാട്ടിൽ വരണം. നാട്ടിൽ വരികയാണെങ്കിൽ എയർപോർട്ടിലെങ്ങാനും കാല് കുത്തിയാലോ കപ്പലിറങ്ങിയാലോ പൊക്കി അകത്തിടുന്നുള്ള അവസ്ഥ ആയതുകൊണ്ട് അതിനും കഴിയാത്തൊരു സാഹചര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രധാന സാഹചര്യത്തിലാണ് പെട്ടു നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അത് മാത്രമല്ല കാനഡയിൽ ഇനി പുതിയതായി വരുന്ന ഭരണകൂടം എന്താകുന്ന യാതൊരു പിടുത്തവുമില്ല. അവിടെയും വലതുപക്ഷ പാർട്ടികളും മറ്റുമൊക്കെ ശക്തി പ്രാപിക്കുന്നുണ്ട്. ഇനി ഇവർക്ക് ഇപ്പോൾ ഈ ലോകത്ത് ഇപ്പൊ വലിയതായിട്ട് കിടന്ന് പൂന്തു വിളയാടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ഒരു രാജ്യമായി ബ്രിട്ടൻ മാറിയിരിക്കുകയാണ്. ബ്രിട്ടൻ ഇത് ആദ്യമായിട്ടല്ല, പലപ്പോഴും ഇന്ത്യ അവഹേളിക്കാൻ കിട്ടുന്ന ഒരു വേദികളും അവർ കളയാറില്ല എന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. അതിന് ഇവരെല്ലാം ഒത്താശയം ചെയ്തു കൊടുക്കുകയും മാറി നിൽക്കുകയും ചെയ്യും. പക്ഷെ ഇന്ന് ഇന്ത്യ എന്ന് പറഞ്ഞ എഴുതിത്തള്ളാൻ കഴിയത്തിൽ ലോകത്തെ ഏറ്റവും വലിയ പവർഫുൾ രാജ്യമാണ് ഇന്ത്യ. സാമ്പത്തിക അവസ്ഥയിൽ മാത്രമല്ല, സൈനികപരമായിട്ടുമൊക്കെ വലിയ പവറായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിനെ പിന്നെ കരുതിക്കൂട്ടി അപമാനിക്കാൻ നടത്തിയ ഒരു ശ്രമമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇല്ലെങ്കിൽ ഒരു
ഉം. രാഷ്ട്രത്തലവൻ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ശത്രുക്കൾ പോലും വന്നു പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് ഉണ്ട്. ഈ അടുത്ത കാലത്ത് മൊയ്സു നമ്മുടെ മാലി ദ്വീപ്സിന്റെ ഭരണാധികാരി പ്രസിഡന്റ് അദ്ദേഹം ഇന്ത്യക്കെതിരെ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചൈനയുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഈ മൊയ്സു കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഇന്ത്യയിൽ എത്തിയത് അദ്ദേഹത്തിന്റെ ഒരു പര്യടനത്തിന്റെ ഭാഗമായി. നമ്മൾ കൊടുത്ത സ്വീകരണമെങ്കിൽ അത്യാവശ്യം ഈ ബ്രിട്ടൻ ഭരിക്കുന്നവർ കാണേണ്ടതാണ്. എത്ര മാന്യമായിട്ടാണ് നമ്മൾ അവരോട് പെരുമാറിയത്. അത് നമ്മളോട് പ്രത്യക്ഷമായി തന്നെ ഏറ്റുമുട്ടിയ മൊയ്സു അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളൊക്കെ മോദിയെ കുറിച്ച് പറഞ്ഞതൊക്കെ നമുക്ക് അറിയാം. ഇനി ശ്രീലങ്കയിലെ ഭരണാധികാരി ഇടതുപക്ഷ നേതാവാണ്, ഇടതുപക്ഷക്കാരനാണ്, സഖാവാണ് അവിടെ ജയിച്ചത്. അതായത് ഇന്ത്യയുടെ സഹായത്താലാണ് ഇതിനു മുമ്പ് ഭരണം നടത്തി അഴിമതി നടത്തിയതെന്ന് പറഞ്ഞിട്ടാണ് ഇവര് ഇലക്ഷനിൽ ജയിച്ചത്. അദ്ദേഹം ആദ്യം സന്ദർശിച്ച രാജ്യം ഇന്ത്യ ആയിരുന്നു. അദ്ദേഹത്തിനോട് സ്വീകരണം എന്താണ്? അപ്പം നമ്മുടെ രാജ്യം വലുതും ചെറുതും ചെറുപ്പവും ഒന്നും നോക്കാതെ എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കുകയും അവർക്ക് രാജകീയമായ സ്വീകരണങ്ങൾ ഒരുക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ ഈ റിപ്പബ്ലിക് ഡേക്ക് വന്നത് ഇന്തോനേഷ്യയിൽ നിന്നുള്ള അവിടുത്തെ ഭരണാധികാരിയാണ് ഇന്തോനേഷ്യ മുഖ്യ പ്രസിഡന്റ്. അതിഥിയായിട്ട് വന്നത്, പ്രസിഡന്റ് ആയിരുന്നു വന്നത്. മലേഷ്യയൊക്കെ നമുക്ക് എക്കാലവും എതിരി നിന്നിട്ടുള്ള രാജ്യങ്ങളാണ്. അവിടുത്തെ ഭരണാധികാരിക്ക് പോലും നമ്മൾ വലിയ രീതിയിലാണ് അവർക്ക് ചുവപ്പ് പരവതാനി തിരിച്ച് കൊടുക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഈ ചരിത്രത്തിൽ പോയി അതെ. കഴിഞ്ഞ മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് വരുന്ന സമയത്ത് അത് എനിക്ക് തോന്നുന്നത് അത് ഉം. നമ്മുടെ മൻമോഹൻ സിംഗ് ആയിരുന്നു ഭരിച്ചതെന്ന് തോന്നുന്നു. അന്ന് മൻമോഹൻ സിംഗിനോട് അമേരിക്ക ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ അല്പം ദുർബലനായ ഭരണാധികാരി എന്ന് പറയേണ്ടി വരും. അന്ന് മൻമോഹൻ സിംഗിനോട് അമേരിക്ക വെച്ച ഡിമാൻഡുകൾ ഒന്ന്, നിങ്ങൾ എല്ലാവർക്കും വിധിക്കുന്ന ചുവപ്പ് പരവതാനി നിങ്ങൾക്ക് വിധിക്കണ്ട, പുതിയ പരവതാനി വേണം. കാരണം ഇവരെ ഈ ഗാർഡ് ഓഫ് ഓണർ എന്നൊക്കെ സ്വീകരിച്ചുകൊണ്ട് വരുന്ന ഒരു ഇതുണ്ട് ഭരണം. രണ്ടാമത്തേത്, ഞങ്ങൾ നിങ്ങളുടെ ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രപതി ഭവൻ പരിസരവുമെല്ലാം ഞങ്ങളുടെ പ്രസിഡന്റ് പോകുന്നത് വരെ ഞങ്ങളുടെ ഫോഴ്സിന്റെ അണ്ടറിലായിരിക്കണം എന്ന് പറഞ്ഞു. അന്ന് മൻമോഹൻ സിംഗ് അതെ അതെ ഇതിന്റെ അതെ. പണി നോക്കാൻ വിളിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ലോകത്തെ എല്ലാ നേതാക്കളും നടന്നു വന്ന പരവതാനി തന്നെ നിങ്ങൾക്കേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ സൈന്യത്തെ അപമാനിക്കാൻ ഞാൻ തയ്യാറില്ല, കാരണം ഇപ്പോൾ ശക്തമായ സൈന്യം ഇന്ത്യക്ക്, അവര് സുരക്ഷ ഒരുക്കിക്കൊള്ളും, നിങ്ങളുടെ ആവശ്യമില്ലെന്ന് അന്ന് ജോർജ് ബുഷ് എന്നൊക്കെ പറഞ്ഞ അമേരിക്കയുടെ കിടിലം പ്രസിഡന്റുമാരാണ്, ഭരണാധികാരിയായിരുന്നു. യുദ്ധവീരനൊക്കെ ആയിരുന്നത്. അന്ന് അതെ പറഞ്ഞത് അതെ അതെ മൻമോഹൻ അതെ. സിംഗ് ദുർബലനായിരുന്ന ഒരു പ്രധാനമന്ത്രിയാണ്, അതിനേക്കാൾ ഒരു 100 മടങ്ങ് പവർഫുൾ ആയിരിക്കുന്ന മോദിയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മൈൻഡ് ചെയ്തിട്ടില്ല ഈ ബ്രിട്ടൻ. അതെ അത് അതെ. ഈ ബ്രിട്ടന്റെ ഒരു കലിപ്പ് തുടങ്ങി ഇന്നു ഇന്നലെ അല്ല, കുറെ നാളുകളായി. അത് ഈ ബ്രിട്ടൻ പറയുന്നത് പോലെയുള്ള ബ്രിട്ടന്റെ കടുംപിടുത്തത്തിന് വഴങ്ങിയിട്ടുള്ള കരാറുകൾ നമ്മൾ ഒപ്പുവെക്കുന്നില്ല എന്നുള്ളതാണ്, വ്യാപാര കരാറുകൾ ഒപ്പുവെക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാന പ്രശ്നം. ഇതാണ് ഇവരുടെ ഒരു യെസ്. പ്രശ്നം. പക്ഷെ ഇതിനെ വളം വെച്ച് കൊടുക്കുന്നത് ഇത്തരം ഭരണാധികാരികൾ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഒരു ഇൻഡെക്സ് പുറത്തു വന്നിട്ടുണ്ട്, ആഗോളതലത്തിൽ ഭീകരവാദത്തിന്റെ കണക്കുകൾ വെച്ചുകൊണ്ട് ഒരു ഇൻഡെക്സ് വന്നിട്ടുണ്ട്. അതിൽ 41ാം സ്ഥാനത്താണ് ബ്രിട്ടൻ നിൽക്കുന്നത്. അതായത് കുടിയേറ്റക്കാർ വന്നിട്ട് അവിടെ ഭീകരവാദ പ്രവർത്തനം നടത്തുമ്പോൾ 41ാമത്തെ റാങ്കിലേക്ക് എത്തി. അതൊരു ചെറിയ കാര്യമല്ല. 41ാമത്തെ റാങ്കിലേക്ക് എത്തി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ഉം. യൂറോപ്യൻ കൺട്രീസ് പോകുമ്പോൾ അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കാതെ ഇത്തരക്കാരെ ഇരുത്തിക്കൊണ്ട് അവർക്ക് ഞങ്ങൾ ഫ്രീഡം സ്പീച്ച് ഉണ്ട്, ഇല്ലെങ്കിൽ എല്ലാത്തിനും ഫ്രീഡം ഉണ്ട് എന്ന് പറയുകയും ഇത്തരക്കാരെ അഴിഞ്ഞാടുകയും വിട്ടു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം, റിഫോംസ് ബ്രിട്ടനെ പോലുള്ള വലതുപക്ഷ പാർട്ടികൾ ശക്തി പ്രാപിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. കാരണം അവർ ശക്തി പ്രാപിക്കുമ്പോൾ ഉം. സ്വാഭാവികമായി അതിനൊരു വലിയ വില ഇത്തരം രാഷ്ട്രീയ പാർട്ടികളും ഇല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരും ഒക്കെ നൽകേണ്ടതായിട്ട് വരും. ഏതായാലും ഇപ്പൊ അമേരിക്ക ഒരു ഉറച്ച സ്റ്റാൻഡിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. അവിടെ ഇതുപോലെ അനധികൃതമായി കുടിയേറിയവരെ പുറത്താക്കുന്നു. അനധികൃതമായി കുടിയേറിയവരെ പുറത്താക്കുക മാത്രമല്ല, ഖാലിസ്ഥാൻകാർക്ക് ഒരു മുക്കുകയറാൻ ട്രംപ് ശ്രമിച്ചേക്കും എന്ന് നമുക്ക് ഏകദേശം നമുക്ക് പറയാൻ കഴിയും. കാരണം ട്രംപ് എപ്പോഴും അദ്ദേഹത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നത് ഈ ബിസിനസ്സുമായി കൂട്ടിക്കെട്ടിക്കൊണ്ടാണ്. അതായത് അദ്ദേഹത്തിന് കച്ചവടം നടക്കണം. അപ്പൊ ഇന്ത്യയുമായിട്ട് ഒരു സ്നേഹബന്ധത്തിൽ പോയിട്ട് അദ്ദേഹത്തിന് കച്ചവടം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ താരിഫ് യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചിട്ട് താരിഫിനകത്ത് ചെറിയ ഇളവുകളൊക്കെ ഇന്ത്യയും അമേരിക്കയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇന്ത്യയെ കൂടുതൽ സൂചിപ്പിക്കാനും അവരുടെ കൂടുതൽ ഐറ്റംസ് ഇങ്ങോട്ട് ഇറക്കണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗങ്ങളിൽ ഒന്നാണ് ഈ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം. അതാണ് അടിക്കടി ട്രംപ് പറയുന്നത്, ഭീകരവാദത്തിനൊപ്പം ഞങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന്. അതിന്റെ ഭാഗമായിട്ട് ഈ ഖാലിസ്ഥാൻവാദികളെയൊക്കെ ഒതുക്കാൻ ട്രംപ് കൂടെ നിൽക്കുമെന്ന് തന്നെ കരുതാം. കാരണം ട്രംപിന് കച്ചവടം അല്ല, ഇത് നടക്കണമെങ്കിൽ ഖാലിസ്ഥാൻവാദികളുടെ മാത്രം ഒരു പ്രശ്നമല്ലല്ലോ വിചേട്ടാ. ഞാൻ ചോദിക്കുന്നത് യു കെക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം യു കെ എന്ന് പറയുന്ന രാജ്യം, ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോ ഇന്ത്യയുമായിട്ട് കുറച്ചു നാളായി ഇടഞ്ഞിട്ടില്ല, പക്ഷെ ഇടഞ്ഞ സ്വരം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രാജ്യത്തോട്ടാണ് നമ്മുടെ ഒരു വിദേശകാര്യമന്ത്രി, നമ്മുടെ ഏറ്റവും ആദരണീയനായിട്ടുള്ള ഒരു വിദേശകാര്യമന്ത്രി പോകുന്നത്. അപ്പൊ അവിടെ യു കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു ഖേദപ്രകടനം നടത്തിയതായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഞാൻ ഒരിടത്തും വായിച്ചിട്ടില്ല. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നെന്നോ ക്ഷമ ചോദിക്കുന്നെന്നോ അവരുടെ വീഴ്ച അവര് സമ്മതിച്ചതായിട്ടോ
ഒരു വാർത്തയും ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ധൈര്യത്തിൽ ഇനി യു കെയിലേക്ക് നമ്മൾ പോകും? പോരാത്തതിന് യവന്മാർക്ക്, ഈ യു കെയിലുള്ളവന്മാർക്ക് നമ്മളോട് ഒരു അടിമ മനോഭാവം ഇപ്പോഴും ഉണ്ട് എന്ന് താങ്കൾ പറഞ്ഞത് വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. യവന്മാർക്ക് ഇപ്പോഴും യവന്മാരുടെ വിചാരം ഇന്ത്യ എന്ന് പറഞ്ഞാൽ പഴയ യവന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കോളനിയാണ്. യവന്മാരെക്കാട്ടിലും നമ്മൾ എത്രയോ മുകളിലോട്ട് പോയി എന്നുള്ളതാണ് വേറെ കാര്യം. 42% ലോകത്തിന്റെ GDP-യിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടിരുന്ന ഒരു നാടിനെ ഭരിച്ചു മുടിച്ച് -2% ആക്കിയിട്ടിട്ട് പോയവന്മാർ. നമ്മളെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് വെച്ചിട്ടാണ് യവന്മാരുടെ രാജ്യം തന്നെ കെട്ടിപ്പടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യം ഇന്ന് യവന്മാരുടെ സമ്പദ് വ്യവസ്ഥയെക്കാട്ടിലും ഉയർച്ചയിലാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ അഞ്ചാമതാണെന്ന് തോന്നുന്നു, അല്ലേ? അഞ്ചാമതാണ്. യവന്മാര് അഞ്ചാം നമ്മളെ കാട്ടിലും താഴെയാണ്. അപ്പോ വളരെ അങ്ങനെയുള്ളൊരു താഴെയാണ്. രാജ്യം നമ്മുടെ ഒരു വിദേശകാര്യമന്ത്രിയെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു മറുപടി കൊടുക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇതിപ്പോ കാനഡയിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ത്യ ചാടി ഇറങ്ങില്ലായിരുന്നു. ഇന്ത്യ ചാടി ഇറങ്ങി ജസ്റ്റിൻ ട്രൂഡോയെ വലിച്ചു കീറില്ലായിരുന്നു. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ കെയർ സ്റ്റാർമറിനെതിരെയും രണ്ട് വാക്ക് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യ തുനിയുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു നടപടിയിൽ ഇന്ത്യ ഉം. ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു മറുപടിയായിട്ട് ബ്രിട്ടൻ പറഞ്ഞത് ഞങ്ങൾ ഇതിനെ ശക്തമായി തന്നെ ഇതിന്റെ അന്വേഷണത്തിലാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഏതായാലും ഇവർക്കിപ്പോൾ ഇവരെ ഉം. അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നയതന്ത്ര ബന്ധം തന്നെ താറുമാറാകുന്ന ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അല്ലാതെ സോഫ്റ്റ് കോർണറിൽ വിടാൻ ഉം. പറ്റില്ല. അവർ നടപടി എടുക്കുമെന്ന് പറഞ്ഞ പേരിനെങ്കിലും അറസ്റ്റ് ചെയ്തേ മതിയാകും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ആ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ എസ് ജയശങ്കർ പോയത് യൂറോപ്യൻ ട്രിപ്പിനാണ് പോയത്. യൂറോപ്യൻ രാജ്യങ്ങൾ കുറെ അധികം ഇതിന് ശേഷം അദ്ദേഹം നേരെ പോകുന്നത് നെതർലൻഡിലേക്കാണ് പോകുന്നത്. അപ്പോ ഉം. ഈ ഒരു ട്രിപ്പിനെ അലങ്കോലപ്പെടുത്തണ്ട എന്ന് കരുതിയായിരിക്കാം ഇന്ത്യൻ ഭാഗത്ത് നിന്ന് രൂക്ഷമായ പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരുന്നത്. ഇവിടെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഉം. ഉം. പ്രശ്നങ്ങളല്ല, രണ്ട് രാജ്യങ്ങളുടെ നയതന്ത്ര തലത്തിലുള്ള പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഉം. തന്നെയാണ് ഇന്ത്യ പറഞ്ഞത്. കാരണം ഇതിപ്പോ തുടക്കം തന്നെ യു കെയിലായിരുന്നു, ജയശങ്കറിന്റെ പര്യടനത്തിന് തുടക്കം. ആ പര്യടനം ഇനി അടുത്ത അതെ. നെതർലൻഡിലും മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അദ്ദേഹം പോകുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ഉം. പറഞ്ഞാൽ ഉം. തന്നെ ഇപ്പൊ ട്രംപ് ഒക്കെ താരിഫ് കൂടുതലായി ചുമത്തും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധത്തിന് കൂടുതൽ കരാറുകൾ ഒപ്പിടുന്നതിന്റെ ഭാഗമായിട്ടാണ് എസ് ജയശങ്കർ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്ത്യ ഉം. നിലപാട് കടുപ്പിച്ചതോടൊപ്പം തന്നെ കൂടുതൽ കടുത്ത ഡയലോഗുകളിലേക്ക് ഇന്ത്യ പോകാതിരുന്നത്. സാധാരണഗതിയിൽ ഇതിന് ഉം. തിരിച്ചടിയായിട്ട് നമ്മുടെ രാജ്യം പലപ്പോഴും ചെയ്യാറുള്ളത് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ, ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ഓഫീസുകളുടെ വിളിച്ചു സെക്യൂരിറ്റി വരുത്തുകയാണ്. ഡൗൺ ചെയ്യുകയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു തിരിച്ചടി. അതുപോലെ തന്നെ ആ രാജ്യത്തെ അതെ. അംബാസഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷെ ആ ഒരു അതെ. നടപടിയിലേക്ക് കടന്നേക്കാം. എസ് ജയശങ്കർ ബ്രിട്ടൻ ഉം. വിട്ടതിന് ശേഷം ഇന്ത്യ ചിലപ്പോൾ അത്തരം ഒരു നടപടി, കാരണം ഇന്ത്യ ഉം. പറയുന്നത് പോലെ ബ്രിട്ടൻ ഒരു നടപടി എടുത്തില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുകയോ മറ്റോ എടുത്ത് അവരുടെ മുഖം രക്ഷിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ഉം. ഈ ബ്രിട്ടന്റെ എംബസി എന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി താക്കീത് നൽകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇത് മറ്റേ ഒരു ഉം. തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടന്റെ ഹൈക്കമ്മീഷൻ ഓഫീസ് അടക്കമുള്ളതിന് സെക്യൂരിറ്റി ഡൗൺ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ രണ്ട് ഓപ്ഷനിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നിലവിൽ ജയശങ്കർ യു കെയിലാണ്. അദ്ദേഹം അതാണ് അവിടുന്ന് ചോദിച്ചത്. നീങ്ങിയാൽ ഉടൻ തന്നെ അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഒരു മിനിസ്റ്റർ വേറൊരു രാജ്യത്ത് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യം കടുത്തൊരു നടപടിയിലേക്ക് ഒരിക്കലും പോകില്ല, ഒരു രാജ്യവും പോകില്ല. കാരണം അവിടെ നടക്കുന്ന ഡയലോഗ്സിനെ അത് ബാധിക്കും, അവിടെ നടക്കുന്ന നീക്കങ്ങളെ അത് ബാധിക്കും. നമ്മുടെ ഒരു മന്ത്രി വേറൊരു രാജ്യത്ത്, അത് ആ രാജ്യവുമായിട്ടാണ് നമുക്ക് വിഷയം. നേരെ കുറച്ച് നമ്മളും പാകിസ്ഥാനോടാണ് വിഷയമെങ്കിൽ നമുക്ക് എന്ത് നടപടിയും എന്തും നമുക്ക് പറയാൻ പറ്റും. ഇത് അങ്ങനെയല്ല. എസ് ജയശങ്കർ യു കെയിൽ തന്നെ ഉണ്ട്. അദ്ദേഹം 10-ാം തീയതിയാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ അതുവരെ നമുക്ക് നമ്മുടെ നിലപാട് ഇത് തന്നെ ആയിരിക്കും. അതിന്റെ അകം, ആ ഒരു ഷോർട്ട് പീരീഡിനകം ഇവർ ഈ അക്രമകാരികൾക്കെതിരെ നടപടി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രശ്നം അവിടെ കൊണ്ട് തന്നെ പുറമേ സോൾവ് ആകുന്നുണ്ട്. പക്ഷെ ഇത് ഈ മനസ്സിനുള്ളിന്റെ ഉള്ളിൽ ഏൽപ്പിച്ചിരിക്കുന്ന മുറിവ് അങ്ങനെ പെട്ടെന്ന് മായുകയില്ല, മറയുകയില്ല. അത് വേറൊരു സംഭവമാണ്. ഒരുപക്ഷെ ഈ ഒരു ക്ലാഷ് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ് ബ്രിട്ടനെതിരെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കണ്ണിലെ ഒരു കുരുവാണ് ഇന്ത്യര്. അപ്പം അവിടുത്തെ അതെ. അതെ. പ്രധാനമന്ത്രി ഇപ്പൊ ഉണ്ട്, അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പുള്ളി ഇപ്പൊ ഇച്ചിരി വേറെ തിരക്കിലായതുകൊണ്ടാണ് ഈ പാകിസ്ഥാനികളെ അഫ്ഗാനിസ്ഥാനികളെയൊക്കെ സന്ദർശക വിസയിൽ പോലും ഈ രാജ്യത്തേക്ക് വരേണ്ടെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതൊരു കംപ്ലീറ്റ്, അതിന് 7 രാജ്യങ്ങളിലെ ആൾക്കാർക്ക് ബാൻ ചെയ്യുന്നുണ്ട് പുള്ളി, ഇറാൻ ഉൾപ്പെടെയുള്ള 7 ഇസ്ലാമിക രാജ്യങ്ങൾ. അപ്പൊ അതിന്റെ തിരക്കിലായതുകൊണ്ടായിരിക്കും ഇത്. പക്ഷെ ഇത് അത്രത്തോളം രംഗം വഷളാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഇന്ത്യ വളരെ കരുതലോട് കൂടി തന്നെയാണ് ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചിട്ട് തന്നെ ബ്രിട്ടൻ ഒരു നടപടിയിലേക്ക് പോകുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കൈവിട്ടു പോയാൽ ഒരു ചെറിയ സംഭവം എന്ന് പറയുന്നതല്ല, നമ്മളൊരു രാജ്യത്തെ അപമാനിക്കുന്ന സംഭവം. എസ് ജയശങ്കർ BJP കാരനാണോ കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഉം. പോകുമ്പോൾ അത് രാജ്യമാണ് ആ പോകുന്നത്, രാജ്യത്തിന്റെ പ്രതീകമാണ് ആ പോകുന്നത്. അപ്പൊ അതിനെയാണ്, അപ്പൊ നമ്മുടെ ദേശീയ പതാക നമുക്ക് അപമാനിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ഏതായാലും ബ്രിട്ടന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു നടപടി പ്രതീക്ഷിക്കുന്നു. ഇല്ല എങ്കിൽ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. അത് ഇന്ത്യ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുമാണ്. കാരണം നമ്മൾ പല രാജ്യങ്ങളും ഇതേ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷമൊക്കെ ഒരു നിമിഷം പോലും നമ്മൾ വൈകാറില്ല പണിയെടുക്കുന്നത്. അപ്പൊ നമ്മൾ അത് ചെയ്യാനും സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് ഒരു 10-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാം. 10-ാം തീയതിക്കകം ബ്രിട്ടൻ ശുഭകരമായ ഒരു വാർത്ത തന്നെ വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവരുടെ അറസ്റ്റിലേക്കോ വല്ലതും നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രശ്നം സോൾവ് ആവും. താങ്ക് യു വിജേട്ട, താങ്ക് യു സോ മച്ച്.